നമസ്കാരം. നമസ്കാരമുണ്ട്. ഒരു നല്ല സിനിമ കാണാൻ പറ്റിയില്ലേ? അതെ അതെ അതെ. നമ്മുടെ ടിനി ടോം ചേട്ടൻ നായകനായിട്ട് ഒരു പടം മത്ത് എന്ന സിനിമ. മത്ത് പിടിപ്പിച്ചു എന്ന് പറയാം. വ്യത്യസ്തമായ ഒരു സൈക്കോ ത്രില്ലർ എന്ന് തന്നെ പറയാം. എൻഗേജിംഗ് ആണ്, ഫാമിലി ഓറിയന്റഡ് സബ്ജക്ട് ആണ്, ലേഡി ഓറിയന്റഡ് സബ്ജക്ട് ആണ്. ഇതിൽ നായിക ആരായിട്ട് അഭിനയിച്ചത്? നായിക എന്ന് പറയുന്ന ഒരു അശ്വതി എന്ന് പറയുന്ന കുട്ടിയാണ് അഭിനയിച്ചത്. കാരണം നല്ല പെർഫോമൻസ് ആണ് ആ കുട്ടി ആദ്യമായിട്ട് ചെയ്യാമെന്നല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അഭിനയിച്ചിരിക്കുന്ന ആ കഥാപാത്രമായിട്ട് ജീവിക്കുന്ന ഒരു റോളാണ് ചെയ്തത്. ഇതിലെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രത്യേക രീതിയിലുള്ള അഭിനയ ശൈലിയാണ് നമ്മുടെ ടിനി ടോം ചേട്ടൻ ചെയ്തിരിക്കുന്നത്. കാരണം പെർഫ്യൂം, നമ്മുടെ ഡെഫോദാറിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയാണ് ടിനി ടോം ചേട്ടൻ. അപ്പൊ ഈ അടുത്ത് നമ്മുടെ വെള്ളിമൂങ്ങയിലും നമ്മുടെ ജോണി എസ്കോപ്പയിലൊക്കെ ക്യാരക്ടർ റോളിലൊക്കെ വന്ന് മിനിച്ചിരുന്നു. ഇപ്പോൾ നായക നിരയിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ടിനി ടോമിൽ നടൻ അമ്മ സംഘടനയിലും ഉണ്ട്. പിന്നെ നമ്മുടെ കോമഡി ഉത്സവം പോലുള്ള സ്റ്റേജ് പ്രോഗ്രാംസിലും എല്ലാ TV പ്രോഗ്രാംസിലും ഗസ്റ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. കോമഡി ഉത്സവത്തിൽ എനിക്കൊരു അവസരം തന്ന ചേട്ടനാണ്. കോമഡി ഉത്സവത്തിലൂടെയാണ് ഞാൻ വന്നത്. അപ്പം അതില് ആദ്യമായിട്ടൊരു സപ്പോർട്ട് തന്ന ടിനിച്ചേട്ടനാണ്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് നല്ലൊരു മനുഷ്യസ്നേഹിയാണ്, ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ്. അദ്ദേഹം നല്ലൊരു വ്യക്തിത്വമുള്ളൊരു നടനാണ്. ഒരുമിച്ചൊരു പടം ചെയ്തല്ലോ, പടം ചെയ്തിട്ടുണ്ട്. അത് ഒമർ ലുലു സാറിന്റെ പടം വൈകൊണ്ട് വരാനായിരിക്കും. അപ്പോ ഈ പടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിക്ക് ധൈര്യമായിട്ടും 18 വയസ്സ് കഴിഞ്ഞവർക്കും 15 വയസ്സ് കഴിഞ്ഞവർക്കും ധൈര്യമായിട്ട് കാണാൻ പറ്റും. ഒരു 15 വയസ്സിന് ശേഷം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിന്റെ പ്രത്യേകം അച്ഛനും മകളും തമ്മിലൊരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിത അനുഭവമാണ് സിനിമ. തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മൂവിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രഞ്ജിത്ത് തലമുറയ്ക്ക് ഒരു വേറിട്ടൊരു മെസ്സേജ് കൂടിയാണ് പറയുന്നത്. രഞ്ജിത്ത് ലാൽ എന്ന സംവിധായകന്റെ ആദ്യ സംരംഭമാണ്. പക്ഷെ അത് അതേ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻസ് ആണെങ്കിലും എല്ലാം നല്ലതാണ്. ഇതിൽ 2 കഥാപാത്രമായിട്ട് വന്നേക്കണ ജീവ എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്, നായിക പ്രധാനമുള്ള വേഷം. പിന്നെ വേറൊരു അല്ലി എന്ന് പറഞ്ഞ കഥാപാത്രം 2 പേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം കൂടി നല്ലൊരു മൂവി മത്ത്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ടിനി ടോം ചേട്ടന്റെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. ഒരു ആന്റണി എന്ന സിനിമയ്ക്ക് ശേഷം ശക്തമായിട്ടുള്ള വേഷമാണ്. വേറിട്ട ഗെറ്റപ്പിലും വേറിട്ട് നായകൻ, ഉപനായകൻ, വില്ലൻ എല്ലാവരും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് മത്ത്. അപ്പോ രഞ്ജിത്ത് ലാല് മികച്ചൊരു ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ആണെങ്കിലും BGM ആണെങ്കിലും എൻഗേജിംഗ് ആണ്. തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു ടിനി ടോം ചിത്രമാണ്. തിയേറ്ററിൽ പോയി കാണുക, ശ്രമിക്കാം. എല്ലാവരും കാണാം. താങ്ക് യു.